അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുഞ്ഞു മുഹമ്മദ് ഹാജി അവറുകളെ, ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുനീർ ഹുദവി വിളയിൽ, ബഹുമാനപ്പെട്ട ഒ പി അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ഹുദവി കക്കടിപ്പുറം, ബഹുമാനപ്പെട്ട CPM തങ്ങൾ, ബഹുമാനപ്പെട്ട M മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ഉലമാക്കളെ, മറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, കാവതിക്കുളം ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ദ്വിദിന മതപ്രഭാഷണ പരമ്പരയുടെ സമാപന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംഗമം സ്വാലിഹമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മരക്കാർ ഹാജിയുടെ നാമധേയത്തിലാണ്. കോട്ടക്കൽ മേഖലയിൽ മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലയിൽ നിറസാന്നിധ്യമായിക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി എന്ന് നമുക്കറിയാം. ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് നിന്ന് തിളങ്ങി നിൽക്കുന്ന കാവതിക്കുളം നജ്മുൽ ഹുദ സ്കൂളിൻ്റെ, നജ്മുൽ ഹുദ കോംപ്ലക്സിൻ്റെ അതിൻ്റെ ശില്പി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി എന്ന് നാം മനസ്സിലാക്കിയതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ വെളിച്ചമായിക്കൊണ്ട് ഈ മഹിതമായ സ്ഥാപനം പടുത്തുയർത്താനും അതുപോലെ തന്നെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലയിൽ തൻ്റേതായ സേവനങ്ങൾ കൊണ്ട് വളരെ സജീവമായി, ആത്മാർത്ഥമായി കർമ്മരംഗത്തിറങ്ങിയ മഹാനായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാവതിക്കുളം ഇസ്ലാമിക് സെൻറ്റർ ആഭിമുഖ്യത്തിൽ ഇന്നലെയും ഇന്നുമായിക്കൊണ്ട് വിജ്ഞാനത്തിൻ്റെ സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വർഗീയ ആരാമങ്ങളിൽ ആരാമം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ വിശിഷ്ട സദസ്സിലാണ് നാം നിലകൊള്ളുന്നത്. ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് തിരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലമായി കാവതിക്കുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മത, ഭൗതിക, വിജ്ഞാന രംഗത്തും ആതുര സേവന രംഗത്തും വളരെ സുദീർഘമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാവതിക്കുളം ഇസ്ലാമിക് സെൻറ്റർ അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയതുപോലെ അതിലുപരിയായിക്കൊണ്ട് കൂടുതൽ സജീവമായ സഹായ സഹകരണത്തോടു കൂടി ഈ പ്രദേശത്ത് നിരവധി ജീവകാന പ്രവർത്തനങ്ങളിൽ കൂടി ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, അതിൻ്റെ ഭാഗമായാണ് ഈ ദ്വിദിന മതപ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വർഷക്കാലമായി ഈ പ്രദേശത്ത് നിരവധി
ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദാവാ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പഠന ക്ലാസ്സുകളുമൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇസ്ലാമിക് സെൻറ്റർ എന്ന ഈ മഹത്തായ സംഘടനയുടെ കൂട്ടായ്മ. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കൂട്ടായ്മകൾ ഇത്തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സജ്ജരാക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റാതെ നന്മയുടെ പാത ഉൾക്കൊള്ളുന്നവരായി മാറാൻ, നന്മയുടെ കൂട്ടായ്മയിലൂടെ വളരാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യത കൂടിയാണ്. അതാണ് ഇസ്ലാമിക് സെൻറ്റർ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സമൂഹം വഴിതെറ്റാനുള്ള കാരണം കൂട്ടുകെട്ടുകളിൽ വളരുന്ന തെറ്റായ ജീവിത രീതികളാണ്. നന്മയുടെ കൂട്ടുകെട്ടുകളാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾ നന്മയുടെ പാത സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും നാടിനുമൊക്കെ തന്നെ ഉപകാരപ്രദമുള്ള ഒരു ഉത്തമ സമൂഹമായി മാറും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെയാണ്, സാഹചര്യങ്ങളിലൂടെയാണ് വളരുന്നതെങ്കിൽ അവർ നമുക്കൊക്കെ തന്നെ ഭാരമായി മാറിക്കൊണ്ടിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ സന്താനങ്ങൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതുമാണ്. നമ്മുടെ കുട്ടികൾ കാരണമായി അവർ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്ക് നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് നമ്മുടെ സന്താനങ്ങളെ നേരിൻ്റെ പാതയിൽ വളർത്തിയില്ല എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കപ്പെടും. അതുകൊണ്ട് നന്മയുടെ കൂട്ടുകെട്ടുകൾ സമൂഹത്തിന് നൽകാൻ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ, ഇത്തരത്തിലുള്ള സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഇത്തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകാൻ രക്ഷിതാക്കൾ തയ്യാറാണെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇത്തരം നന്മയുടെ സംഘടനകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ലത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ മഹല്ലിന് വലിയ പ്രതീക്ഷയാണ് അതിലൂടെ നമുക്ക് നൽകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെയാണ് നാളെ നമ്മുടെ മഹല്ലിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരേണ്ടവർ. അപ്പോൾ ഭാവിയിൽ നമ്മുടെ മഹല്ലിന് ദീനി ചൈതന്യം നൽകാൻ, ദീനി നേതൃത്വം നൽകാൻ കഴിവുള്ള ഒരു പറ്റം യുവ സമൂഹത്തെ വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് സെൻറ്റർ പോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഈ മഹിതമായ ഈ സംഘടനയ്ക്ക് നൽകണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മതപഠന ക്ലാസ്സുകൾ, മജ്ലിസുന്നൂർ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആത്മീയതയിലേക്ക് നയിക്കുന്ന, ഈ ഭൗതികമായ ലോകത്ത് മാത്രം പ്രതിപത്തിയുള്ള സമൂഹമായി മാറാതെ പാരത്രികമായ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ബോധവാന്മാരായ ഒരു സമൂഹത്തെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നൽകാൻ സാധിക്കുക. ഇന്നത്തെ ആധുനിക കാലഘട്ടത്ത് ഭൗതികമായ താല്പര്യത്തോട് മാത്രം ജീവിക്കുന്ന സമൂഹം വളരുമ്പോൾ അവർക്ക് ആത്മീയമായ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് പോലും നഷ്ടമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ വളരുന്ന കുറ്റകൃത്യങ്ങളിൽ നിരവധി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. ജീവിതം ആസ്വദിക്കണം എന്നതിലപ്പുറം ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല കലാലയങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങളും അശ്ലീലതകളും അധാർമിക പ്രവണതകളും റാഗിങ് പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ വിപത്തുകളാണ് സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു സമൂഹത്തെ, ഒരു കാട്ടാളനെ മനുഷ്യനെ ഉത്തമ മനുഷ്യനാക്കുന്ന പ്രക്രിയ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം പോലും മാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം കലാലയങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനികളിൽ പോലും കുറ്റവാസനകൾ റാഗിങ്ങിൻ്റെ പേരിൽ വളരുന്നു എന്നുള്ളത് നാം പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിന് നന്മ നൽകേണ്ട, അല്ലെങ്കിൽ കാരുണ്യം നൽകേണ്ട നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനികളിൽ പോലും കുറ്റവാസനകളാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്.
റാഗിങ്ങിൻ്റെ പേരിൽ സഹപാഠിയെ ക്ലോസറ്റ് കഴുകുന്ന ലായനി ഒഴിച്ചുകൊണ്ട് മൃഗീയമായി പീഡിപ്പിക്കുന്ന വാർത്തകൾ. സംസ്കാരശൂന്യരായ ഒരു വിധം വിദ്യാർത്ഥി സമൂഹം ഇന്ന് കലാലയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗങ്ങളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ, അശ്ലീലതകൾ, റാഗിങ് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായി വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇന്ന് വിദ്യാർത്ഥിനികളിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ, ഇന്ന് ലഹരി അടിമപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹം ഇന്ന് തിന്മയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഭാസങ്ങളാണ് ഇന്ന് സമൂഹത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ മറ്റ് തിന്മകളും സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ടെലിവിഷനും സിനിമകളും സീരിയലുകൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റും മൊബൈൽ ഫോണുമാണ് ഇന്ന് സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കാണുന്ന ആഭാസങ്ങൾ ജീവിതത്തിൽ പകർത്താൻ താല്പര്യപ്പെടുന്നു. അതുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സമയം കണ്ടെത്തുന്നു. വിലപ്പെട്ട സമയങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അകലം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ മരവിപ്പിക്കുന്ന, തിന്മയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുള്ള മീഡിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിക്കാനാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം സമയം നീക്കിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആഭാസങ്ങളും അശ്ലീലതകളുമാണ് സീരിയലുകളുടെയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെയും വളരെ വ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. വിലപ്പെട്ട സമയങ്ങൾ അതിനുവേണ്ടി നാം നീക്കിവെക്കുന്നു. നന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളുമായി നാം അകലം പ്രാപിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ മനസ്സുകൾക്ക് കുളിർമ നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മെ നന്മയിലേക്ക്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. ആ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധങ്ങൾ നാം അകലം പ്രാപിക്കുന്നു. അള്ളാഹുവിനെ തന്നെ മറന്നുകൊണ്ട്, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെ മറന്നുകൊണ്ട് നാം ജീവിക്കുന്നു. മരണപ്പെട്ടു പോകേണ്ടവരാണ് എന്ന ചിന്ത പോലുമില്ലാതെ, ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റൊരു ജീവിതം നയിക്കേണ്ടവരാണ് എന്ന ബോധമില്ലാതെ ഈ ജീവിതം ആസ്വദിക്കുക എന്നത് മാത്രമായി ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിന്മകളെ പ്രതിരോധിക്കാൻ, നന്മയുടെ കൂട്ടായ്മകൾ വളരാനും നന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ല് അടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമാക്കി വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഒളിച്ചോട്ടങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റിതര സഹോദര സമുദായങ്ങളുടെ കൂടെ ഒളിച്ചോടാൻ താല്പര്യപ്പെടുന്ന നിരവധി സഹോദരിമാർ നമുക്ക് കാണാൻ സാധിക്കുന്നു. 3-4 കുട്ടികളുടെ കുടുംബിനികൾ പോലും കാമുകൻ്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറാകുന്നു. അതിന് വിഘാതമാകുന്ന സ്വന്തം മക്കളെപ്പോലും, കുട്ടികളെപ്പോലും കൊല ചെയ്യാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ മുന്നോട്ട് വരുന്ന തരത്തിൽ മാതൃഹൃദയങ്ങൾ പോലും, മാനുഷിക മൂല്യങ്ങൾ പോലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹം അധപതിച്ചാൽ മൃഗങ്ങളെക്കാൾ അധപതിക്കുമെന്ന വിശുദ്ധ ഖുർആൻ്റെ വചനം നമുക്ക് ധാരാളം ഇന്ന് കാണാൻ സാധിക്കുന്ന യഥാർത്ഥങ്ങളാണ്. ഇത്രമാത്രം മനുഷ്യ മനസ്സുകൾ മരവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതം ആസ്വദിക്കണം, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്ക്, അള്ളാഹുവിനെ തന്നെ മറന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരും കാണുന്നില്ല എന്ന തരത്തിൽ ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ മാത്രം ആസ്വദിക്കണമെന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ വിധി വിലക്കൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീണത് മുതൽ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാം തയ്യാറാവണം. അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, അതൊക്കെ തന്നെ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. ആളുകളെ മനസ്സുകൾക്ക് പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് വിശുദ്ധ ഖുർആനാണ്. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെക്കുറിച്ച് തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കുമ്പോഴും, മുസ്ലിങ്ങളൊക്കെ തന്നെ തീവ്രവാദികളാണ് എന്ന് ചിത്രീകരിക്കപ്പെടുമ്പോഴും, അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകൾ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. ആ മഹിതമായ പാത നാം മുറുകെ പിടിക്കണം. നമുക്ക് അള്ളാഹു വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. ഒരു മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി.
ആ മുസ്ലിമായി തന്നെ മരിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്, ലക്ഷ്യമുണ്ട്. മറ്റുള്ളവരെ പോലെ കേവലം ഒരു സമൂഹമായി നാം ജീവിക്കേണ്ടവരല്ല. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മാനവ സമൂഹത്തിന് മാർഗ്ഗനിർദ്ദേശം നൽകാൻ നിയുക്തമായ ഉത്തമ സമുദായം നിങ്ങളാകുന്നു. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ് മുസ്ലിം സമുദായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേവലം ഒരു സമൂഹമായി മാത്രം നാം ജീവിക്കാതെ നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ലഭിച്ചു കൂടുകയാണെന്ന ലക്ഷ്യത്തോടു കൂടി ജീവിക്കാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വലിയ ദൗത്യമാണ്, ലക്ഷ്യമാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. റിലീഫ് പ്രവർത്തന രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ നിത്യ രോഗികൾക്ക് സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ വീൽ ചെയറും സ്ട്രക്ചർ, വാട്ടർ ബെഡ് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് കേന്ദ്രം തന്നെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നിങ്ങളുടെ സജീവമായ സഹകരണം ഉണ്ടാവണം. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഓരോ നാണയത്തുട്ടുകളും അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഗുണപ്രദമായി ഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാം നൽകുന്ന ഓരോ നാണയത്തുട്ടുകളും അത് പാവപ്പെട്ടവരായ രോഗികൾക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റവരുടെ രോഗത്തിന് വേണ്ടിയൊക്കെ തന്നെ നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലഭിക്കുന്ന ആ ആളുകൾ, അവിടെ ആ പ്രാർത്ഥനകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നഷ്ടപ്പെടാത്ത അമലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഓരോ നാണയത്തൊട്ടുകളും. അതുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഭൂമിയിലുള്ളവരുടെ കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ മഹിതമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് നാം ഈ സഹായങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംരംഭത്തിന് വേണ്ടി നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണമൊക്കെ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. വിശ്വാസികൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാണെന്നും അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് താങ്ങാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുക, കഴിവുള്ളവർ കഴിവില്ലാത്തവർ സഹായിക്കാൻ കൂട്ടായ പരിശ്രമങ്ങളിലൂടെ പാവപ്പെട്ടവരായ രോഗികൾക്ക് വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് സന്ദർഭികമായി ഉണർത്തുകയാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് സമ്പത്ത്. ആ സമ്പത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് ഒരിക്കലും തന്നെ ആ സമ്പത്തിൽ നഷ്ടമുണ്ടാകുന്നില്ല, കുറവ് വരുന്നില്ല. അതിനെ അള്ളാഹുവിന് നൽകുന്ന കടമായിക്കൊണ്ടാണ് അത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിന് 10 മടങ്ങ് അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിറൻ വഅലാനിയതൻ ഫലഹും അജ്റുൻ ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യസനൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും ഒക്കെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അവർക്ക് ദുഃഖമോ വിഷമമോ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു തൻ്റെ ഈ സംഭാവന സ്വീകരിക്കണമെന്ന ആ ഉദ്ദേശശുദ്ധിയോടുകൂടി ഈ മഹിതമായ പ്രവർത്തനത്തിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്ത് സഹായം അള്ളാഹു സ്വീകരിക്കുകയും അതിന് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അത് അള്ളാഹുവിനെ അറിയാം, അള്ളാഹു സ്വീകരിക്കുകയും അത് അള്ളാഹുവിൻ്റെ ആ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള സ്വീകരിക്കപ്പെടുന്ന സംഭാവനയായി നമ്മുടെ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സംഗമം സ്വാലിഹാമലായി അള്ളാഹു നമ്മിരുന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെയും ഇന്നുമായ പരിപാടിയിൽ നിരവധി സഹോദരങ്ങളും സഹോദരിമാരും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് തന്നെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനെ അറിയാം, അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.
രോഗികളായിട്ടുള്ളവർ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്യാൻസർ ബാധിച്ച രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികളുണ്ട്. ശരീരം കൊഴിഞ്ഞുപോയ രോഗികൾ, ജന്മനാസുഖം ബാധിച്ച ആളുകൾ, ആശുപത്രിയിൽ കഴിയുന്ന ICUയിൽ കഴിയുന്ന രോഗികളുണ്ട്. അപകടങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. ചെറുതും വലുതുമായ ആളുകളുണ്ട്. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപകട മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അള്ളാഹു നമ്മേവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമുക്കേവർക്കും നാഫിയാരും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം പാപികളാണ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പ്രഥമാഭാഗ്യം തരുമാറാവട്ടെ. മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ഹൗദർക്ക് സൂക്ഷിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടുവാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളില്ലാതെ ക്ഷമിക്കുന്ന ആളുകൾ വീട് നിർമ്മിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. സ്വാലിഹ ഇണകളെ അള്ളാഹുർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്. സ്വാലിഹ സന്താനങ്ങളെ അള്ളാഹുർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്. പ്രസവത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. മതപരമായ ഭൗതികപരമായ വിജ്ഞാനകരസ്ഥമാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട്. ഉന്നതമായ വിജയം അള്ളാഹുർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരീക്ഷകളൊക്കെ തന്നെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ, സ്വാലിഹായ സന്താനങ്ങളെ വളർത്താൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന് ഉപകരിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ സഹോദരങ്ങളും സഹോദരിമാരും ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ വർഷം തന്നെ ഹജ്ജും ഉംറയൊക്കെ തന്നെ ചെയ്യാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വരും കാലങ്ങളിൽ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഹജ്ജും ഉംറയൊക്കെ തന്നെ ചെയ്യാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർ സഹോദരങ്ങളും നമ്മുടെ സംരംഭവുമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സംഘാടകർ, പ്രവർത്തകന്മാർ, വളണ്ടിയേഴ്സ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാവദികൾ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിൽ നിരവധി ദീനി ദാവാ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി സ്വാലിഹമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉച്ചരിച്ച് നിർവഹിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.